അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, നിങ്ങൾ നല്ലവണ്ണം സലാം പറയാൻ പഠിക്കണം അല്ലേ? അപ്പൊ അലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവിടെ വാവിനെ വിടരുത്, മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പം വഅലൈക്കും അസ്സലാം എന്ന് വാവ് പറയണം. വാവിൻ്റെ മഖ്റജ് എവിടാന്നറിയോ? മഖ്റജുകൾ പഠിക്കണം. എന്താ അതിന് നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലവും സൗണ്ട് സിസ്റ്റവും ശരിയാക്കണം. എന്ത് ശരിയാക്കണം? ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? എന്തൊക്കെയാ? അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലവും സൗണ്ട് സിസ്റ്റവും ശരിയാക്കണം. അറബി അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെയാ വേണ്ടത്, മനസ്സിലായോ? ആദ്യം എന്ത് വേണം? ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും നമ്മൾ എഴുതുമ്പോൾ ഇവിടെ ഏതൊക്കെ അക്ഷരങ്ങളുണ്ട് ഇതിനകത്ത്? അലിഫുണ്ട് അല്ലേ, ലാമുണ്ട്, സീനുണ്ട്, ലാമുണ്ട്, അലിഫുണ്ട്, മീമുണ്ട് അല്ലേ? ഇവിടെ അസ്സലാമു അലൈക്കും സീന് ഷദ്ദ് വരണം. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ എന്ത് വേണം? സീന് ഷദ്ദ് വരണം. അസ്സലാമു. പിന്നെ നമ്മൾ പറയുന്ന അലൈക്കുന്ന ഈ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് പറയണം. ഐന്, ലാമ്, യാ, കാഫ്, മീമ്. ഇതിനകത്ത് യാന് പുള്ളി ഇട്ടോ? ഇല്ല. പുള്ളി ഇല്ലെങ്കിലും യാ ആണ്. പുള്ളി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താണത്? നമ്മൾ ഓതാനുണ്ട്. ഇങ്ങനൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ അക്ഷരത്തിന്റെ പേരെന്താ? ഐന്. പലരും അസ്സലാമു അലൈക്കും ഇവിടെ ആവും, ചിലരുണ്ടാവും അലൈക്കും. ആണോ? അല്ല, ഐനാണ്. അസ്സലാമു ഐൻ എവിടുന്ന് വരണം? തൊണ്ടയുടെ നടുക്കുന്ന്. മാഷാ അല്ലാഹ്, കുഞ്ഞു മോനാണെങ്കിൽ ഓർത്ത് പറഞ്ഞോ. മാഷാ അല്ലാഹ്, അങ്ങനെ വേണം. അസ്സലാമു അലൈക്കും ഐൻ എവിടുന്ന് വരണം? ഈ അക്ഷര അലിഫിന് പത്തായിട്ട എന്നാ പറയുന്നത്. എവിടുന്ന് വരണം? തൊണ്ടയുടെ താഴെ അറ്റത്തുനിന്ന്. എന്താണ് തൊണ്ടയുടെ താഴെ അറ്റത്തെന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇത് കണ്ടോ, ഈ ഐനിന്റെ തലയാണ്. ഇതിന്റെ പേര് ഹംസ എന്നാണ്. എന്താണ്? ഐനിന്റെ തലയാണ്, ഹംസ എന്നാണ് പേര്. ഈ ഹംസിന് ഒരു സ്വഭാവമുണ്ട്. എന്തിന്റെ മേളിൽ കയറിയിരിക്കും? അലിഫിന്റെ മേളിൽ കയറിയിരിക്കും, വാവിന്റെ മേളിൽ കയറിയിരിക്കും, യാന്റെ മേളിൽ കയറിയിരിക്കും, താഴെ ഇരിക്കും. എങ്ങനെയൊക്കെ ഇരിക്കും? ഒറ്റയ്ക്ക് കിടക്കും ഇല്ല, ഒറ്റയ്ക്ക് സ്ഥലത്ത് പോയിരിക്കും അല്ലേ? അതേപോലെ എന്തിന്റെ മേളിൽ കയറിയിരിക്കും? ചിലപ്പോ ഇതിന്റെ മേളിൽ എന്ത് ചെയ്യാ? ഇതിന്റെ ഇത് ഹംസാക്കുകയും ചെയ്യാം. കണ്ടോ? അപ്പൊ ഇത് എന്തായി മാറി? അലിഫിന് പത്തഹിട്ടാൽ എന്തായി മാറി? ഹംസായി മാറി. അലിഫിന് പത്തഹിട്ടാൽ എന്തായി മാറി? ഹംസായി മാറി. അപ്പൊ ഇങ്ങനെ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പം ഇവിടെ ഇതെന്താണ്? ഈ അക്ഷരം യഥാർത്ഥത്തിൽ എന്താണ്? അലിഫ് എന്ന് പറയുമോ? അല്ല, പിന്നെ എന്താണിത്? ഹംസ ആണ്. എന്താണ്? ഇനി അലിഫിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അലിഫ് എങ്ങനെയാ വരുന്നതെന്ന്. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഇത് ഹംസാണ്, ഇത് ഐനാണ്. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ രണ്ടക്ഷരം പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതൊക്കെയാ? ഹംസും ഐനും. കാരണം എന്താ? നിസ്കാരത്തിലെ 13ാമത്തെ ഫർളാണ് സലാം വീട്ടൽ. നിസ്കാരത്തിന് എത്ര ഫർളുണ്ട്? 14 ഫർളാണ് നമസ്കാരത്തിന്. 14-1 കേട് വന്നാൽ എന്തിന്? നിസ്കാരം അപ്പോൾ തന്നെ പിഴവായി പോകുമേ. നിൽക്കുന്നു റബ്ബിൻ മുമ്പിൽ എന്തിന് ഭംഗമേ. എന്താ പറഞ്ഞത്? 14 ഫർളുണ്ട്. നിസ്കാരത്തിന് എത്ര ഫർളുണ്ട്? ഒരു ഫർളിന് കേട് വന്നാൽ നിസ്കാരം ബാത്തിലായി, നിസ്കാരം ശരിയായില്ല, നിസ്കാരം സ്വീകരിക്കത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം. അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. കാരണം എന്താ? നമ്മൾ എപ്പോഴും അസ്സലാമു അലൈക്കും പറയുന്നില്ല. അപ്പൊ ഈ അക്ഷരങ്ങൾ ശരിക്കും ഉച്ചരിച്ചെങ്കിലേ നമ്മുടെ സലാം ശരിയാവത്തുള്ളൂ. അതുമല്ല, ഈ സലാം എന്ന് പറയുന്ന ആരുടെ നാമമാ? അള്ളാഹുവിന്റെ നാമമാ അല്ലേ? ഒന്നാമത്തെ നാമം ഏതാണ്? റഹ്മാൻ. രണ്ടാമത്തെ റഹീം. മൂന്നാമത്തെ മലിക്. നാലാമത്തതോ
ഖുദ്ദൂസ്, അഞ്ചാമത്തതോ സലാം. അങ്ങനെ 99 നാമമുണ്ട് അള്ളാഹുവിന്. എത്ര നാമമുണ്ട്? അത് പഠിക്കണം. യാ റഹ്മാൻ, യാ റഹീം, യാ മലിക്, യാ ഖുദ്ദൂസ്, യാ സലാം, യാ മുഅ്മിൻ, യാ മുഹൈമിൻ, യാ അസീസ്, യാ ജബ്ബാർ, യാ മുതകബ്ബിർ, യാ ഖാലിഖ്. അങ്ങനെ അസ്മാഉൽ ഹുസ്ന പഠിക്കണം. ഖുർആനിൽ വന്ന നാമങ്ങളാണ്. ഖുർആനിൽ വന്ന നാമങ്ങളാണ് ഏത്? അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ഏറ്റവും ഉന്നതമായ നാമങ്ങൾ. ഏറ്റവും ഉന്നതമായ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് ഏത്? സലാം. യാ സലാം, യാ സലാമു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ സലാമു ജല്ല ജലാലുഹു എന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ എന്തോ നമ്മൾ പറയാമെന്ന വിഷയം എന്താ? ഹംസ് ഉച്ചരിക്കുമ്പോൾ ശരിക്കും ഉച്ചരിക്കണം. ഇത് എവിടെ നിന്നായിരിക്കണം? തൊണ്ടയുടെ താഴെ അറ്റത്തുനിന്ന്. ഹംസിന്റെ കാര്യം പറയട്ടെ. ഹംസേ ഹംസേ നീ എവിടെ എന്ന് പാടിയേ. ഹൽക്കിനകത്ത് ഞാനുണ്ട്, ഹൽക്കിനകത്ത് നീ എവിടെ, ഹൽക്കിൻ താഴെ അറ്റത്ത്, ഒന്ന് പുറത്തു വരാമോ നീ, ഞാനിത വന്നു. കണ്ടോ? എന്ന് പറയുമ്പോ എവിടെ നിന്ന് വരണം? തൊണ്ടയുടെ നടുക്കെല്ലാം താഴെ അറ്റത്തുനിന്ന്. എവിടുന്നാണ്? കണ്ടോ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഹംസ് വന്നാ പഠിച്ചത് ഇല്ലേ? ഹംസേ ഹംസേ നീ എവിടെ, ഹൽക്കിനകത്ത് ഞാനുണ്ട്, ഹൽക്കിനകത്ത് നീ എവിടെ, ഹൽക്കിൻ താഴെ അറ്റത്ത്, ഒന്ന് പുറത്തു വരാമോ നീ, ഞാനിത വന്നു. ഈ ക്ലാസ്സിലെ വീഡിയോ നിങ്ങൾ കാണണം, ആവർത്തിച്ച് കാണണം വീട്ടിൽ ചെന്നിട്ടേ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഹംസിന്റെ പാട്ടൊക്കെ നല്ലോണം പഠിക്കാം, കേട്ട് പഠിക്കാം കേട്ടാ. ഇനി ഈ ഹംസിന്റെ കാര്യം പറയണ്ടായോ? ഇതൊരു കഥയാ. ഇതൊരു കഥ പോലെ പറയട്ടെ. കഥ പോലെ പറഞ്ഞ് പാട്ടാക്കാം. ഒരാളുടെ വീട്ടില് 3 കസേരയുള്ളു. എത്ര കസേരയുള്ളു? 3 കസേര. 4 പേര് വന്നു വിരുന്ന് അതിഥികളായിട്ട്. എത്ര പേര് വന്ന്? 4 പേരും ഒരേപോലുള്ള ആളുകളാ. 3 പേർക്കേ എന്തുള്ളു? കസേര ഉള്ളു. മനസ്സിലായോ? അതിന്റെ പാട്ട് പാടട്ടെ. അപ്പൊ അൻവറിന്റെ വീട്ടിലുണ്ട് 3 കസേര എന്ന് പാടിയേ. അലിഫ് വാവ് യാ എന്ന 3 കസേര. ആ കസേരയുടെ പേരാണ് അലിഫ് വാവ് യാ. അലിഫ് വാവ് യാ എന്ന 3 കസേര. അന്നൊരിക്കൽ 4 ഹംസ് വിരുന്നു വന്നു. ആദ്യം ഒരാൾ അലിഫിനിമേൽ കയറിയിരുന്നു, മറ്റൊരാള് വാവിനിമേൽ പോയിരുന്നു, വേറൊരാള് യാഇനിമേൽ ചെന്ന് ഇരുന്നു, ബാക്കിയുള്ള ഹംസ് സീറ്റ് നോക്കി നടന്നു. സീറ്റില്ലാതെ താഴെ തന്നെ കുത്തിയിരുന്നു. അല്ല, നമുക്ക് ആ പാട്ടൊന്നുകൂടെ പാടാ. അൻവറിന്റെ വീട്ടിലുണ്ട് 3 കസേര. അലിഫ് വാവ് യാ എന്ന 3 കസേര. അന്നൊരിക്കൽ 4 ഹംസ് വിരുന്നു വന്നു. ആദ്യം ഒരാൾ അലിഫിനിമേൽ കയറിയിരുന്നു, പിന്നൊരാള് വാവിനിമേൽ പോയിരുന്നു, മറ്റൊരാള് യാഇനിമേൽ ചെന്ന് ഇരുന്നു, ബാക്കിയുള്ള ഹംസ് സീറ്റ് നോക്കി നടന്നു. സീറ്റില്ലാതെ താഴെ തന്നെ കുത്തിയിരുന്നു. ഇനി അതിന് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടെ. എന്താ പറയാ? എന്താണ്?
എന്താണ്? ബിഇസ. ജാഅ. എന്താണ്? ബഅസുൻ, ബുഅസുൻ, ബിഇസ, ജാഅ. അപ്പൊ 4 പദത്തിലും ഹംസ് വന്നിട്ടുണ്ട്. 4 പദത്തിലും ഈ ഹംസ എവിടുന്ന ഉച്ചരിക്കണ്ടേ? തൊണ്ടയുടെ താഴെ എത്തുന്നത് അല്ലേ? ബഅസുൻ, ബുഅസുൻ, ബിഇസ, ജാഅ. ഇനി നമുക്ക് പാട്ട് പാടാം. പാട്ട് പാടട്ടെ? ബഅസും പറഞ്ഞ ഹംസുണ്ടോ? അലിഫിന് മുകളിൽ ഇരിപ്പുണ്ട്. എന്താ പറഞ്ഞത്? ബഅസും പറഞ്ഞ ഹംസുണ്ടോ? അലിഫിന് മുകളിൽ ഇരിപ്പുണ്ട്. ബഅസും പറഞ്ഞ ഹംസുണ്ടോ? അലിഫിന് മുകളിൽ ഇരിപ്പുണ്ട്. ബുഅസും പറഞ്ഞ ഹംസുണ്ടോ? വാവിന് മുകളിൽ ഇരിപ്പുണ്ട്. ബിഇസ പറഞ്ഞ ഹംസുണ്ടോ? യാഇന് മുകളിൽ ഇരിപ്പുണ്ട്. ജാഅ പറഞ്ഞ ഹംസുണ്ടോ? താഴെ തന്നെ ഇരിപ്പുണ്ട്. മാഷാ അല്ലാഹ്. ഇപ്പൊ നല്ലോണം മനസ്സിലായി. പഴയ ഹംസ് വരും, മുകളിലും. ഈ ഹംസിന്റെ ഉച്ചാരണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. മർമ്മപ്രധാനമായിട്ട് അറിയേണ്ടത് എന്തുവാ? ഹംസ എവിടെ നിന്നാണ് ഉച്ചരിക്കേണ്ടത്? ഹംസേ ഹംസേ നീ എവിടെ? ഹൽക്കിനകത്ത് ഞാനുണ്ട്. ഹൽക്കിനകത്ത് നീ എവിടെ? ഹൽക്കിൻ താഴെ അറ്റത്ത്. ഒന്ന് പുറത്തു വരാമോ നീ? ഞാനിത വന്നു. എന്താ? അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാം. യാഇന് പുള്ളി കാണത്തില്ല. യാഇന് എന്ത് വരത്തില്ല? അവിടെ ഈ 2 കുത്ത് കാണും. ഞാൻ പറഞ്ഞില്ലേ 2 കുത്തി മാറ്റിട്ടേ 2 പുള്ളികൾ വേണ്ടേ താഴെ? അത് ചിലപ്പോ കാണത്തില്ല. ബിഇസ എന്താ? അപ്പൊ ഇത് ഇൻഷാ അല്ലാഹ് ഒന്ന് മനസ്സിലായോ? അസ്സലാമു അലൈക്കും പറയുമ്പോ 2 അക്ഷരം പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതൊക്കെയാ? ഹംസും ഹംസും ഐനും. ഹംസും ഐനും. ഒയിനല്ല ഐന്. അലൈക്കും. അസ്സലാമു അലൈക്കും. പെട്ടെന്ന് എഴുതിയെടുത്തു.